പേര് ഷീല. എൻ്റെ സ്ഥലം പള്ളുരുത്തി സെൻറ്റ് മേരീസ് ഇടവകയിലെ അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ് 7-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായൊരു സാഹചര്യം എൻ്റെ മകൾക്കൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. മാർച്ച് 25-ാം തീയതി മകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾ മംഗളവാർത്ത ദിവസമാണ്. ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായും ഒരു കുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിക്കും. മെയ് 2020 മെയ് 25-ാം തീയതിയാണ് അവളെ കല്യാണം കഴിഞ്ഞത്. അതുപോലെ തന്നെ മെയ് 7-ാം തീയതി ഉടമ്പടി എടുത്ത് പത്രമെല്ലാം മോള് ഗർഭിണിയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞ് ഹോസ്പിറ്റലായാലും എവിടെയായാലും പത്രം കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് മെയ് 16-ാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾ 6 മാസം ഗർഭിണിയാണെന്നറിഞ്ഞു. 6 ആഴ്ച ഗർഭിണിയാണെന്നറിഞ്ഞു. അതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. 3 വർഷം പല ഡോക്ടർമാരെയും കാണിച്ചു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു ചികിത്സയും ചെയ്തില്ല. അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥന പരിശുദ്ധ പാവനമായ ആൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞ്. അതിന് കോടാനുകോടി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് നടുവിന് മുകളിൽ നിന്ന് വീണ് ഡിസ്കിന് കംപ്ലൈൻ്റായി ഓപ്പറേഷൻ പറഞ്ഞു. അത് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. ആയുർവേദം ചെയ്തു. അത് 2 വർഷമാണ് അവർ പറഞ്ഞത്. എന്നാലും കഴുത്തിനും നടുവിനും ബെൽറ്റിട്ട് ഒന്ന് മലർന്ന് കിടന്ന് ഉറങ്ങാനോ കുമ്പിട്ട് നിവർന്ന് ജോലി ചെയ്യാനോ എനിക്ക് സാധിക്കാത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന മാതാവിൻ്റെ പ്രാർത്ഥന, ആലപ്പുഴയിലിങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ ഒരു പ്രാർത്ഥനയാണ്. തീർച്ചയായും ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ച് സുഖമായി നിനക്ക് മാതാവിൻ്റെ മടിയിൽ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. 2016 ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്ന് അന്ന് മുതൽ എനിക്ക് മലർന്ന് കിടന്ന് ഉറങ്ങാനും കുമ്പിട്ട് നിവർന്ന് ജോലി ചെയ്യാനും അന്ന് മുതൽ സാധിച്ചു. ഇപ്പോൾ ഈ 2025 വരെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ ജോലികളും ചെയ്ത് സ്റ്റെയറുകൾ കയറാനും യാത്രകൾ ചെയ്യാനും എല്ലാം എനിക്ക് സാധിച്ചു. 6-7 വർഷം വരെ എനിക്ക് ആളുടെയും സഹായം വേണമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥന വെച്ച് വെളുപ്പിന് 5:30 എന്നും മുടർന്ന് ഈ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നില്ല. പിന്നെ എനിക്ക് ഇതുവരെ രോഗസൗഖ്യം തന്നതിന് മാതാവിനോട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം പോയി പത്രം വിതരണം ചെയ്യാറുണ്ട്. എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയും. എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. എനിക്ക് ചെയ്യാൻ പറ്റിയ ഓർഫനേജിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയ എല്ലാ സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്യും. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനും മുടങ്ങാതെ പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും കിട്ടും. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തതും തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തത് അടയ്ക്കുന്നവനുമായ അവൻ പറയുന്നു, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. മറ്റാർക്കും പൂട്ടാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിനക്ക് തരുന്നു. നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും എൻ്റെ നാമം നിശ്ചയിച്ചില്ല. ഈ തുറന്നു കിടക്കുന്ന വാതിലാണ് എൻ്റെ ഈ ഉടമ്പടി. എൻ്റെ മരണം വരെ ഈ ഉടമ്പടിയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് നൈസി. ഞാൻ ഫാത്തിമ മാത കൊരട്ടി ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ 2019 മാർച്ച് 4-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 2020 ജനുവരി മാസം എനിക്കൊരു കാലുവേദന വന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം. അങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു കാലിലൊരു സയാറ്റിക് നെർവിൻ്റെ പെയിനാണ്, അത് കുഴപ്പമില്ല, പക്ഷെ വയറിലെന്തോ ഒന്ന് കാണുന്നുണ്ട്, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അഭിപ്രായം അറിയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് ബ്ലീഡിങ് ആയി, അത് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ
സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു വയറ്റിലൊരു സിസ്റ്റ് ഉണ്ട്, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ കളയണം, വലുതാവുന്നുണ്ട്, ക്യാൻസറസ് ആണോ എന്ന് അറിയില്ല, അത് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമിച്ചു. മാതാവിൻ്റെ അടുത്ത് കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. എന്നും ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടുമായിരുന്നു. തേൻ കഴിക്കുമായിരുന്നു. നേർച്ച വസ്തുവായി ഉപ്പ് എൻ്റെ ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുമായിരുന്നു. അങ്ങനെ മാതാവിനോട് കാര്യമായി തന്നെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ഈ സിസ്റ്റ് കാണരുത്, ഓപ്പറേഷന് ചെല്ലുമ്പോൾ എനിക്ക് ഈ സിസ്റ്റ് കാണരുത്, അത് പൂർണ്ണമായിട്ടും മാറിയിരിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ്റെ ദിവസം അന്ന് രാവിലെ ഞങ്ങൾ ചെന്നു, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവും അമ്മയും നിർബന്ധിച്ചു ഞങ്ങൾക്കൊരു സ്കാൻ കൂടി ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയതാണല്ലോ, നിങ്ങളുടെ പൈസ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് എന്തായാലും സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ സ്കാൻ ചെയ്തു നോക്കുമ്പോൾ പറഞ്ഞു സിസ്റ്റ് കാണാനില്ല. സിസ്റ്റ് എവിടെ പോയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും സീനിയർ ഡോക്ടറെ വിളിച്ചു. അവർ വന്ന് സ്കാൻ ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം സ്കാൻ ചെയ്തു. എന്നിട്ടാണ് അവർ ഉറപ്പിച്ചത് സിസ്റ്റ് ഇല്ല. എന്താ പറ്റിയെന്ന് അവർക്കറിയില്ല, സിസ്റ്റ് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കൃപാസനം മാതാവ് മാറ്റിയതാണ് എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എൻ്റെ കുഞ്ഞുണ്ടായതാണ് രണ്ടാമത്തെ സാക്ഷ്യം. ഇതിനിടയിൽ വേറൊരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് UK പോകാനുള്ളൊരു കൃപ മാതാവ് തന്നു. എൻ്റെ കസിൻ UK പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലോ എൻ്റെ ജീവിതത്തിലോ ഇതുവരെയായിട്ടും ഞാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പുറം രാജ്യങ്ങളിൽ ഞാൻ പോയി പഠിക്കും, അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരാഗ്രഹമായിരുന്നു. അത് മാതാവ് എങ്ങനെയോ അങ്ങനെ തന്നു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതമായി എന്നെ അവിടെ എത്തിച്ചു. അവിടെ വെച്ചായിരുന്നു കുഞ്ഞുണ്ടായത്. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, അമ്മ മംഗളവാർത്ത ദിവസം പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിശ്വസിച്ചു, നിനക്ക് കുഞ്ഞുണ്ട്. 3 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞുണ്ടായത്. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അങ്ങനെ കുഞ്ഞുണ്ടായി. മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. പുറപ്പാട് 15:2 കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും, അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ഷീല റാഫേൽ എന്ന സഹോദരിയും മകളും കുടുംബത്തിൽ ലഭിച്ച വിവിധ അനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 3 രോഗസൗഖ്യങ്ങളെയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ആദ്യം മകൾക്കുണ്ടായ ഒരു കുഞ്ഞിനെക്കുറിച്ചാണ്. ഏകദേശം 3-4 വർഷത്തോളമായി വിവാഹ ജീവിതത്തിൽ കുഞ്ഞില്ലാതെ ക്ലേശിച്ചിരുന്ന മകൾക്ക് അമ്മ മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുവാൻ മകളോട് ആവശ്യപ്പെടുകയും നിൻ്റെ ഉദരത്തിൽ അമ്മ മാതാവിലൂടെ ഈശോ ഒരു കുഞ്ഞിനെ നൽകും എന്ന് പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് മകളെ പരിശോധിക്കുമ്പോൾ 6 ആഴ്ച പ്രായമായ കുഞ്ഞ് ഉദരത്തിലുണ്ട് എന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തുന്നു. അതിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ചതിനെയാണ് ആദ്യം അമ്മ സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് സഹോദരിക്കുണ്ടായ നടുവ് സംബന്ധമായ രോഗാവസ്ഥയാണ്. ഏറെ ക്ലേശകാലത്തിലൂടെ കടന്നുപോയി കിടക്കുവാനോ ഭാരമെടുക്കുവാനോ കുഞ്ഞിന് ജോലി ചെയ്യുവാനോ ഒന്നും പാടില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന കാലത്ത് സഹോദരിക്ക് ലഭിച്ച ഒരു കൃപാസനം പ്രാർത്ഥനയിലൂടെ 2018-16 കാലഘട്ടത്തിൽ ലഭിച്ച ഒരു കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും നിരന്തരം അമ്മയുടെ സംരക്ഷണം തേടി രാവിലെയും സന്ധ്യയ്ക്കും പ്രാർത്ഥിച്ചതിലൂടെ അന്നു മുതൽ ഇന്ന് വരെയും ആ വേദന പൂർണ്ണമായി വിട്ടുമാറുകയും ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും നിവർന്ന് കിടക്കുവാനും ഒക്കെ അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത് 2019 മകളെ ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ച സവിശേഷമായൊരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തി. മകളെ വിവാഹ ജീവിതം തുടങ്ങി അല്പകാലം കഴിയുമ്പോൾ ഉള്ളിൽ ഒരു സിസ്റ്റ് രൂപപ്പെടുകയും അത് ഓരോ ദിനവും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഡോക്ടറെ കാണിക്കുമ്പോൾ അത് കൂടുതൽ പ്രയാസമുള്ളൊരു വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്നും അത് മറ്റ് പരിശോധനകൾക്ക് ആവശ്യമാണെന്നും ഒക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അമ്മയും മകളും ഒരുപോലെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്ന നിയോഗമാണ്. ഒരു കുഞ്ഞിനെ പോലും പിറവി കൊടുക്കാത്ത മകളുടെ ഉദരത്തിൽ കത്തിവെക്കാതെ, ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണമായും ആ സിസ്റ്റർ മാറിപ്പോകുന്ന വിധം, ഇല്ലാതാകുന്ന വിധം അമ്മ മാതാവ് ഇടപെട്ട് സഹായിക്കണമെന്ന് ഡോക്ടർമാർ ഓപ്പറേഷന് വേണ്ടി ചെല്ലുന്ന ദിവസം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാണ് ആശുപത്രിയിൽ ചെല്ലുക. ഉടനെ മകളാണ് പറയുന്നത് ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന്. അത് ഉടമ്പടിയിലുള്ള വിശ്വാസമാണ്. ഞാൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഒരു നിയോഗം കൊടുത്തിട്ടുണ്ടോ, ഞാൻ അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുകയും ചെയ്തിട്ടുണ്ടോ, എനിക്ക് വേണ്ടി അമ്മ മാതാവ് ഏത് ക്ലേശകരമായ വിഷയത്തിലും നിലനിന്ന തീരുമാനമെടുത്തു തരും. മകളെ പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട്, വെറുതെ പൈസ കളയാമെന്നല്ലേ ഉള്ളൂ, നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പും സ്കാൻ ചെയ്ത ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതല്ലേ, ഇനി ഓപ്പൺ ചെയ്ത് നമുക്കത് കളയാം എന്ന് പറയുമ്പോൾ മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ സ്കാനിങ്ങിന് വിധേയയാക്കുന്നത്. അവിടെ സിസ്റ്റൊന്നും കാണുന്നില്ല. മകൾ പറയുന്നുണ്ട് 3 തവണ അവർ ആ 2 ദിവസങ്ങളിൽ സ്കാൻ ചെയ്യുന്നുണ്ട് ഈ സിസ്റ്ററിനെ തിരക്കിക്കൊണ്ട്. അതവിടെ ഒരു അല്പം പോലും കാണാതെ പൂർണ്ണമായും ശരീരത്തിന് ആരോഗ്യവും സൗഖ്യവും നൽകി മകളെ സഹായിച്ചുവെന്ന പ്രിയമുള്ളവരെ, അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും നിസ്സാരമായി സാധിച്ചു തരുവാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്. അതുകൊണ്ട് നാം ഉടമ്പടി എടുക്കുമ്പോൾ ഏത് വലിയ വിഷയത്തെയും, മറ്റെല്ലാവരും നമ്മളോട് എതിര് പറയുന്ന വിഷയങ്ങളെയും നമുക്ക് ശാന്തതയോടെ ശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഈശോ നമുക്കത് അനുഗ്രഹമാക്കി മാറ്റുന്നത് അനുഭവിക്കുവാനാകും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.